Good afternoon, all. Good afternoon, ma'am. 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 നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്യുന്നുണ്ടോ? എനിക്കിവിടെ കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നത് ഓക്കെ അല്ലേ? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഫ്രണ്ട് ഓഫീസിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അല്ലെ? നമ്മള് റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് വരെയാണ് അന്ന് നിർത്തിയത്. നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും കൃഷ്ണപ്രിയ എന്തോ പറയുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ കേൾക്കുന്നില്ല. അങ്ങോട്ടേക്ക് തന്നെയാണോ റെസ്പോണ്ട് ചെയ്യുന്നത്? എനിവേ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെയാണോ? നമുക്ക് അടുത്ത ഭാഗം തുടങ്ങി എടുക്കാം. നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ഭാഗം എന്ന് പറയുന്നത് റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക് ആണ് അല്ലെ? നമ്മള് ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫ് അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റിന്റെ പല കാര്യങ്ങൾ കണ്ടു. അപ്പൊ വിവിധ ഇടങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള സേവനങ്ങൾ നൽകുന്ന വ്യക്തികളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതില് എന്താണ് പ്രധാനമായിട്ടും ചെക്ക് ഡെസ്കില് നമ്മുടെ ചെക്കപ്പും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിനെ സമീപിക്കാറുണ്ട് അല്ലെ? ഒരു ടൈമില് ഒരു ഫ്രീക്വന്റ്ലി തന്നെ ചെക്കപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും. അതനുസരിച്ചിട്ട് തന്നെ അവർക്ക് ചെക്കപ്പും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഡോക്ടറുടെ സേവനം നേടിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടാവില്ലേ പേഷ്യൻസ്? നമുക്കറിയാം എന്താണ് ഔട്ട് പേഷ്യന്റ് ആയിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോരും. അതല്ല ഇൻ കേസ് ഡോക്ടർ അല്ലെ വീണ്ടും ഇതിന്റെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും കൂടുതൽ നീണ്ട കാലത്തേക്കൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരുമ്പോഴും എന്താണ് നിശ്ചിത കാലയളവിലൊക്കെ വീണ്ടും ചെക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഡോക്ടറിനെ സമീപിക്കണമെന്ന് പറയും അല്ലെ? അങ്ങനെയുള്ള ടൈമുകളിൽ എന്താണ് അവിടെ പ്രധാനമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്. ക്ലിയർ ആയോ എന്താന്നുള്ളത്? എന്താണ് ചെക്ക് ഡെസ്കിന്റെ ആ ഒരു മാറ്റർ എന്താന്നുള്ളത്? ഓക്കെ, അപ്പൊ അതില് ഫസ്റ്റ് പോയിന്റ് നോക്കാം. പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമർ. അതായത് നമുക്കറിയാം അവിടെ വരുന്ന പേഷ്യന്റ് ആയിട്ടുള്ള കസ്റ്റമറിന് ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസ് അല്ലെ ഫെസിലിറ്റേറ്റ് സൗകര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്ത് നൽകി കൊടുക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ള ഒരു റോൾ എന്ന് പറയുന്നത്. അതായത് ഉപഭോക്താവിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങള് അല്ലെങ്കിൽ സൗകര്യങ്ങള് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട റോള് ആരുടെ? ഹെൽത്ത് ചെക്ക് ഡെസ്ക്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റ് ഓർ വാക്ക്-ഇൻ എൻക്വയറീസ്. എന്താണ് വാക്ക്-ഇൻ എൻക്വയറീസ് എന്ന് പറയുന്നത്? ചിലപ്പോൾ നേരത്തെ കൂട്ടി നമുക്കറിയാം, ചിലപ്പോഴൊക്കെ എന്താണ് ഡോക്ടറെ കണ്ടുപോയി കഴിയുമ്പോൾ വീണ്ടും ഒരു 2 weeks കഴിയുമ്പോൾ വരേണ്ടി വരികയാണെങ്കിൽ അവിടെ തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ നമ്മൾ എന്താണ് ആ ഡേറ്റും കൂടി നേരത്തെ കൂടി അല്ലെ നമ്മുടെ നേരത്തെ കൂടി അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പോയി. അതേസമയം ചിലപ്പോൾ ഈ ചെക്കപ്പിന് വേണ്ടിയിട്ട് അതിന്റെ ടൈമിൽ വരുന്നവരും ഉണ്ടാവില്ലേ? അങ്ങനെയുള്ളവരുണ്ടാവില്ലേ? അപ്പൊ അങ്ങനെയുള്ളവർ ഉണ്ടാകുമ്പോൾ എന്താണ് അവര് വാക്ക്-ഇൻ എൻക്വയറീസിൽ ആ ടൈമിലായിരിക്കും ചെക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വരുന്നത്. അപ്പൊ അവരെ സഹകരിച്ച് അല്ലെ അവരെന്താണ് ആവശ്യപ്പെടുന്നത് അതെല്ലാം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട്
അവരോട് സഹകരിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു റോള്. ആരുടെ ഹെൽത്ത് ചെക്ക് ഡെസ്കിലെ വ്യക്തിയുടെ അല്ലെ ആ ഒരു റിസപ്ഷനിസ്റ്റിന്റെ ഒരു റോൾ എന്ന് പറയുന്നത് ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റ് ഓർ ബാങ്കിങ് എൻക്വയറീസ്. ക്ലിയർ ആണോ? 2 പോയിന്റ് ഓക്കെ ആണോ? നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. അപ്പൊ നമുക്കറിയാം അവിടെ കൃത്യമായിട്ട് തന്നെ അവിടെയുള്ള ചെക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വരുന്നവർക്ക് അല്ലെ അപ്പോയിന്റ്മെന്റ് ഒക്കെ ഉറപ്പാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം അല്ലെ. അത് തന്നെ അവിടെ പറയുന്നത് ഹെൽത്ത് ചെക്കപ്പിനായിട്ട് വരുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണം അല്ലെ, അത് അപ്പോയിന്റ്മെന്റ് ക്രമീകരണങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കോർഡിനേറ്റിംഗ് വിത്ത് ദ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ചിലപ്പോ എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ചെക്കപ്പിന് വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ചിലപ്പോ അവർക്ക് എന്താണ് കളക്ട് ചെയ്ത് വെക്കേണ്ടതുണ്ടാവും അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒരു പക്ഷെ കസ്റ്റമർ ആവശ്യപ്പെടുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അല്ലെ ഏകോപനം ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതുണ്ടാവും. അതായത് കോർഡിനേറ്റിംഗ് എന്ന് വെച്ചാൽ ഏകോപിപ്പിക്കുക വിത്ത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യകത ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഒരു ഏകോപനം നടത്തി കൊടുക്കുക എന്നുള്ളതും അടുത്തൊരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സ്പീഡ് കൂടുതലുണ്ടോ? ഇല്ല. ഓക്കെ, മനസ്സിലായി പോകുന്നുണ്ട് അല്ലെ. ഓക്കെ, ഞാൻ അടുത്തൊരു പോയിന്റ് നോക്കാം. ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്. നമുക്കറിയാം ഓരോ പേഷ്യന്റും ചെക്കപ്പും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വരുമ്പോൾ അവരുടെ ചെക്കപ്പും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം എന്താണ് റിപ്പോർട്ടുകൾ ഉണ്ടാവും. അത് അയക്കേണ്ട ഡോക്ടർ കൃത്യമായിട്ട് തന്നെ അത് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് അയക്കുക എന്നുള്ളത് ആ ഒരു ഡ്യൂട്ടിയും കൂടി എന്താണ് ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെ റോൾ തന്നെയാണ്. അല്ലേ, ഒരു 5 പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? ഏതെങ്കിലും പോയിന്റുള്ള ഡൗട്ട് ഉണ്ടോ? ലാസ്റ്റ് പോയിന്റ് അല്ല പറയാം, ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്. അതായത് ഓക്കെ പറയാം, ഹെൽത്ത് ചെക്കപ്പിന് ശേഷം റിപ്പോർട്ടുകൾ ഡിസ്പാച്ച് ചെയ്യുക, അയക്കുക എന്നുള്ളത്. അതായത് ബന്ധപ്പെട്ട അല്ലെ നമുക്കറിയാം ഈ റിപ്പോർട്ടുകളെല്ലാം കളക്ട് ചെയ്യുന്ന നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് റിപ്പോർട്ട് ഡിസ്പാച്ച് ഡിസ്കാണ്. അതായത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യണം അല്ലെ. ഓരോ റിപ്പോർട്ട് ഇത് ചെയ്യുന്നതനുസരിച്ചിട്ട് തന്നെ അവിടെ എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ട്. സൗണ്ടിന്റെ ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഓൾ മ്യൂട്ട് അല്ലേ? മ്യൂട്ട് അല്ലല്ലോ. ലാസ്റ്റ് പോയിന്റ് പറയാം, അവിടെ ഓൾ മ്യൂട്ട് അല്ലേ? അവിടെ ഓക്കെ, റേഞ്ച് കെട്ടാവുന്നതായിരിക്കും. ഇപ്പോഴാണോ അവിടെ മ്യൂട്ട് ആയേക്കുന്നത്? ഇപ്പോഴാണോ അവിടെ മ്യൂട്ട് ആയേക്കുന്നത്? ഓക്കെ, അപ്പോ നമ്മുടെ ഡിസ്റ്റർബൻസ് അല്ല. ഞാൻ ഓക്കെ ഇപ്പോഴാണ് ഞാൻ ഔട്ട്പുട്ട് കൊടുത്തത്. ഞാൻ അതിന്റെ ഓപ്ഷൻ മാറി കിടക്കാതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. മറ്റെന്തെങ്കിലും ഡിസ്റ്റർബൻസ് ആയിരിക്കും നമ്മളുടെ ഭാഗത്ത്. ഓക്കെയാണ്, പക്ഷെ ഓക്കെ മ്യൂട്ടാണ്. എനിവേ എന്തെങ്കിലും ഇത്രയും കൂടി പ്രോബ്ലംസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് ഇൻഫോം ചെയ്യാം. എനിക്കും ഒരു ഇത് തോന്നിയിരുന്നു, അതാണ് ഞാൻ എന്റെ സൗണ്ടൊക്കെ ഓക്കെ ആണോ ക്ലിയർ ആണോ എന്നൊക്കെയുള്ള കാര്യം ചോദിച്ചത്. ഓക്കെ, ഇനിയും ഡിസ്റ്റർബൻസ് കൂടുന്നുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാം. നമുക്കത് ടെക്നിക്കൽ ബോർഡിൽ ഇൻഫോം ചെയ്യാം. ഓക്കെ, അപ്പോ നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത് ഓക്കെ. ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടിയും പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റിപ്പോർട്ടുകൾ നമ്മൾ റിപ്പോർട്ടിംഗ് ഡെസ്പാച്ചിലേക്ക് അയക്കണം കൃത്യമായിട്ട്. അതായത് ഏത് ചെക്കപ്പും കാര്യങ്ങളും നടന്നു പോയി കഴിഞ്ഞാൽ റിപ്പോർട്ടിംഗ് ഡെസ്പാച്ചിലേക്ക് ബെഞ്ചുണ്ട് അല്ലെ, ആ ഒരു സെക്ഷനിലേക്ക് തന്നെ റിപ്പോർട്ടുകളൊക്കെ അയച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ചെക്കപ്പും കാര്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കി
കൃത്യമായിട്ട് റിപ്പോർട്ട് ഡെസ്പാച്ച് ഡെസ്കിലേക്ക് അയക്കുക എന്നുള്ള റോള് കൂടി എവിടെയുള്ളതാണ്? ഹെൽത്ത് ചെക്ക് ഡെസ്കിലുള്ള റോള് തന്നെയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? ഫോർത്ത് പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്. ഫോർത്ത് പോയിന്റ് ആണ് പറഞ്ഞത്, കോർഡിനേറ്റിംഗ് വിത്ത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനെ ഏകോപനം നടത്തുക എന്നുള്ളതാണ്. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കാർഡിയോളജിസ്റ്റിന്റെ ചെക്കപ്പിന് വേണ്ടി വരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവർക്ക് ചിലപ്പോഴെങ്കിൽ എന്തെങ്കിലും ECG അതുമായി ബന്ധപ്പെട്ട അല്ലെ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സ്കാനിങ്ങും കാര്യങ്ങളോ അല്ലെങ്കിൽ ECG എടുക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതിന്റെ റിപ്പോർട്ടും കൂടി കളക്ട് ചെയ്തിട്ടായിരിക്കണം ഇവർക്ക് ചെക്കപ്പും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോവാനായിട്ട്. അപ്പൊ ഏത് കൺസേൺഡ് അല്ലെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണോ ബന്ധപ്പെടേണ്ടത് അതിനു മുമ്പ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ച് കൊടുക്കേണ്ടതും ആരുടെ റോള് തന്നെയാണ്? ഹെൽത്ത് ചെക്ക് ഡെസ്കിലെ റോള് തന്നെയാണ്. ക്ലിയർ ആയോ? ഫസ്റ്റ് പറയാണ് പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമർ. അതായത് ഉപഭോക്താവിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുക അല്ലെങ്കിൽ സുഗമമാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അവര് വരുന്നത് അല്ലെ നമുക്കറിയാം, ഏതൊരു ഡോക്ടറിനെയും കാണാനായിട്ടായിരിക്കും അവർ വരുന്നത്. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റില് തീർച്ചയായിട്ടും അവര് നേരത്തെ കൂടിയൊക്കെ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവർക്ക് ഷെഡ്യൂൾ ചെയ്ത് കൃത്യമായിട്ട് തന്നെ അവർക്ക് സമയക്രമമൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതനുസരിച്ചിട്ട് അവരെ സഹായിക്കുക അല്ലെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റ് ഓർ വാക്കിംഗ് ക്വയറീസ്. അതായത് അവര് നേരിട്ട് വരികയാണ്, ആ ടൈമിലാണ് ചെക്കപ്പും കാര്യങ്ങൾക്കും വേണ്ടി വരുന്നതെങ്കിൽ അപ്പൊ ആ സമയത്തിനനുസരിച്ചിട്ട് ഡോക്ടറുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് അവർക്ക് ചെക്കപ്പും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കുക. അവരോട് സഹകരിച്ചിട്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഏതെങ്കിലും പോയിന്റ്? ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡിസ്റ്റർബൻസുകൾ തോന്നുന്നുണ്ടോ? പോയിന്റ് അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അവർക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം അല്ലെ. ഇവർക്ക് ഇന്ന ഡോക്ടറുമായി ബന്ധപ്പെട്ട് കാണേണ്ടതുണ്ടെങ്കിൽ അവർക്ക് ആരോഗ്യ പരിശോധനയുടെ നിയമനവും സമയക്രമവും ഒക്കെ അവർ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം. അത് ചെയ്തു കൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടി അവരുടെ ആരുടെ ഇതിലാണ്? ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെയാണ്. അതായത് നമുക്കറിയാം ഇന്ന ടൈമിലല്ലേ ഓരോ ഹോസ്പിറ്റലിന്റേതായ പ്രോട്ടോകോൾ ഉണ്ട്. നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തവർക്ക് അതനുസരിച്ചിട്ടുള്ള സമയക്രമമൊക്കെ അവർ ചെയ്തു കൊടുക്കും. വീണ്ടും ഏത് സമയം വരെ ആണെങ്കിലും അല്ലെ ഡോക്ടറിനെ കാണുന്ന ടൈം വരേക്കും അവർക്ക് ഇങ്ങനെയുള്ള ചെക്കപ്പ് സമയക്രമം നേടിയെടുക്കാവുന്നതാണ്. അവരുടെ മുറയ്ക്ക് അനുസരിച്ചിട്ട് തന്നെ അവർക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക അല്ലെ. അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. ചെക്കപ്പിന് വേണ്ടിയിട്ട് അപ്പോയിന്റ്മെന്റും സമയക്രമമൊക്കെ നിശ്ചയിച്ച് കൊടുക്കുക എന്നുള്ളത്. ക്ലിയർ ആയോ? അതായത് ചെക്കപ്പിന്റേതായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു ഡെസ്കിനെ സമീപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അല്ലെ നമ്മള് ഇടയ്ക്ക് ഫസ്റ്റ് ടൈം ഒരു കൺസൾട്ടേഷൻ അല്ല ഉദ്ദേശിച്ചത്, വീണ്ടും ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് വരുന്ന ഒരു കാര്യം. ഇൻ കേസ് അവിടെ വരുന്ന സമയത്താണെങ്കിലും ചെക്കപ്പും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും അതിനുള്ള സേവനങ്ങൾ അവര് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. നെക്സ്റ്റ് നോക്കാം, റിപ്പോർട്ട് ഡെസ്പാച്ച്. റിപ്പോർട്ട് ഡെസ്പാച്ച് ഡെസ്കില് എന്തൊക്കെയാണ് പറയാനെന്ന് നോക്കാം. റിപ്പോർട്ടിനെ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഹോസ്പിറ്റലിൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ട്രീറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാവും അല്ലെ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. അതിലെന്താ പറയുന്നത്? സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. അതായത് നമുക്കറിയാം ഒരു വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ. കാർഡിയോളജി വിഭാഗം ഉണ്ടാവാം, ന്യൂറോളജി വിഭാഗം ഉണ്ടാവാം, നെഫ്രോളജി വിഭാഗം ഉണ്ടാവാം. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ കൂടിയതായിരിക്കും വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ. അപ്പൊ അവിടെ എല്ലാവിടത്തെയും റിപ്പോർട്ടുകളൊക്കെ സെപ്പറേറ്റ് തന്നെ റിപ്പോർട്ട് ഡെസ്പാച്ച് ബില്ലില് ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് നമുക്കറിയാം ഇങ്ങനെ ഒരു ഏകോപനമായിട്ട് എല്ലാവിടത്തെയും ഒന്നിച്ച് നിർത്തുന്നത് എന്തിനാണ്? അത്യാവശ്യമുള്ള ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ നേരിട്ട് പോയി കളക്ട് ചെയ്യാനും
അതിനനുസരിച്ചുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. ഫസ്റ്റ് പോയിന്റ് നോക്കാം, സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ഈ റിപ്പോർട്ടുകളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുക. അത് എവിടെ വെക്കണമെന്നാ പറയുന്നത്? റിപ്പോർട്ട് ഡെസ്പാച്ച് ഡെസ്കിൽ. ക്ലിയർ ആയോ? സംഭരിക്കുക, സംഭരണം നടത്തുക എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സംഭരിച്ചു വെക്കുക. ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആയോ? The next point, storage of reports received from various departments. വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ ഉണ്ട് അല്ലെ. ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എല്ലായിടത്തെയും നമുക്കറിയാം വ്യത്യസ്ത പേഷ്യൻസ് കസ്റ്റമേഴ്സ് അവരുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിനെ സമീപിക്കുമ്പോൾ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള റിപ്പോർട്ടുകളും ഉണ്ടാവും. എല്ലാ തരത്തിലുള്ള റിപ്പോർട്ടുകളും എവിടെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്? നമ്മുടെ റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കിലാണ് സൂക്ഷിച്ചു വെക്കുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാം ഓരോ പേഷ്യന്റിന്റേതായിട്ടുള്ള ചാർട്ടില് കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിലും റിപ്പോർട്ടുകളെല്ലാം അല്ലെ ഒന്നിച്ച് തന്നെ മെഡിക്കൽ റെക്കോർഡിലൊക്കെ നിങ്ങൾ കാര്യമായിട്ട് തന്നെ പഠിക്കും അല്ലെ, അതിന്റെ ആ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ. മെഡിക്കൽ റെക്കോർഡ് ഓക്കെ, അത് നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈമിലാണ്, അതായത് 3rd and 4th ഷെഡ്യൂളിലാണ് അത് വരിക. ആ പേപ്പറിലാണ് മെഡിക്കൽ റെക്കോർഡൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇച്ചിരി കൂടി ഡീപ്പായിട്ട് അതിലൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള റിപ്പോർട്ട്സുകളെല്ലാം കളക്ട് ചെയ്യുന്ന ഡെസ്പാച്ച് ഡെസ്കില് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ സ്വീകരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കും. നെക്സ്റ്റ് നോക്കുമ്പോൾ പ്രൊവൈഡ്സ് റിപ്പോർട്ട്സ് ഓൺ ദ ടൈം ടു ദ ക്ലയന്റ്. അതായത് കസ്റ്റമർ ആവശ്യപ്പെടുന്ന രീതിയിൽ, ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഓരോ റിപ്പോർട്ടുകൾ. നമുക്കറിയാം നമ്മൾ ഒരു പേഷ്യന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന റിപ്പോർട്ട് കിട്ടണമെന്ന് അല്ലെ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും റിപ്പോർട്ട് ഡിസ്പാച്ച് ചെയ്ത് നമുക്ക് നമ്മുടെ OP നമ്പർ കൊടുത്താൽ നമുക്ക് ഇന്ന റിപ്പോർട്ട് അതൊന്ന് ആവശ്യമുണ്ടെങ്കിൽ പരിശോധിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ഓക്കെ, പ്രൊവൈഡ് റിപ്പോർട്ട്സ് ഓൺ ദ ടൈം ടു ദ ക്ലയന്റ്. ക്ലയന്റ് എപ്പോഴാണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ചിട്ട് റിപ്പോർട്ടുകൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് സെക്കൻഡ് റോൾ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ആണോ? ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് പോയിന്റ് സ്റ്റോർ ചെയ്യുക. ദെൻ സെക്കൻഡ് പോയിന്റ് ക്ലയന്റ് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് പ്രൊവൈഡ് ചെയ്യുക. ദെൻ തേർഡ് വൺ എന്താണ്? മെയിൻറ്റെയിനിങ് റെക്കോർഡ് ഓഫ് ദ റിപ്പോർട്ട്സ് റിസീവ്ഡ് ആൻഡ് ഹാൻഡ് ഓവർ. അതായത് ലഭിച്ച റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കുക അല്ലെ. അത് കൈമാറ്റം ചെയ്യേണ്ടതുണ്ടെങ്കിൽ കൈമാറ്റം ചെയ്യണം. എല്ലാ റെക്കോർഡ്സുകളും അവിടെ മസ്റ്റ് ആയിട്ടും സൂക്ഷിച്ചു വെക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം അല്ലെ. മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ് ഓഫ് ദ റിപ്പോർട്ട്സ് റിസീവ്ഡ് ആൻഡ് ഹാൻഡ് ഓവർ. അതായത് കൊടുക്കേണ്ടത് അല്ലെ, ഇൻ കേസ് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൊടുക്കാം. പക്ഷെ മസ്റ്റ് ആയിട്ടും റെക്കോർഡുകളെല്ലാം റിസീവ് ചെയ്ത് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നടത്തിക്കൊണ്ട് പോകേണ്ടത് ആരാണോ? റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. ഓക്കെ ആണോ? അപ്പൊ കുറച്ച് പോയിന്റ്സുകളാണ് അതിൽ എടുത്ത് പറയേണ്ടത്. അതായത് ഹോസ്പിറ്റലിൽ ഇങ്ങനെയൊക്കെയുള്ള വിങ്ങുകളുണ്ട് അല്ലെ. നമുക്കറിയാം ഇതിന്റെ ഇതില് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത, ഹോസ്പിറ്റലിന് വ്യത്യസ്ത സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടാവും അല്ലെ. ഒരു വലിയ ഹോസ്പിറ്റലാണെങ്കിൽ നമുക്കറിയാം എല്ലാത്തിനും സൗകര്യങ്ങൾ ഉണ്ടാവും. വലിയ അല്ലെ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള അല്ലെ ഓരോ സെപ്പറേറ്റ് വിങ്ങുകളൊക്കെ ഉണ്ടാവും. അതേസമയം ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഒന്നിച്ചായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. ഉണ്ടാവില്ലേ? വ്യത്യസ്തത ഉണ്ടാവില്ലേ? ഹോസ്പിറ്റലിന്റെ ആ ഒരു ഫെസിലിറ്റി, അതെ അത് ഹോസ്പിറ്റലിന്റെ സൗകര്യാർത്ഥമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ആ ഒരു വലിയ ഹോസ്പിറ്റലിന്റെ കൺസെപ്റ്റിൽ തന്നെയാണ് നമ്മൾ ഓരോ വിങ്ങുകൾ അല്ലെ ഓരോ ഡെസ്കിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അവിടെ റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് ഉണ്ട്, അതേമാതിരി തന്നെ ചെക്കപ്പ് ഡെസ്കുകളുണ്ട്, അതേമാതിരി തന്നെ ഹെൽത്ത് കെയർ റിസോഴ്സ് അല്ലെ അവിടെയുള്ള സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് ഉണ്ട്. പിന്നെ മെയിൻ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ അതായിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള ഓഫീസുകളുണ്ട്. അങ്ങനെ ഓരോരോ സെപ്പറേഷൻസുകളുണ്ട് അല്ലെ. അതാണ് എടുത്ത് മനസ്സിലാക്കി വെക്കേണ്ടത്. ചെറിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ പല കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒന്നിച്ചായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടൈമിംഗ് ആണ്.
അടുത്തത് പഠിക്കാനുള്ളത് ടൈമിങ്ങിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം അല്ലെ, നമ്മളെപ്പോ ചെന്നാലും ഡോക്ടർമാരുടെ അല്ലെ ടൈമിങ്ങിൽ ഇത്തിരി വേരിയേഷൻ ഒക്കെ ഉണ്ടെങ്കിലും അവിടെ മസ്റ്റ് ആയിട്ടും റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി അവിടെ എന്തായാലും ഉണ്ടാവും അല്ലെ, ഉണ്ടാവില്ലേ? എൻക്വയറിയിൽ എന്തായാലും റിസപ്ഷനിസ്റ്റ് ഡ്യൂട്ടി 24 hours അവിടെ അവൈലബിൾ ആയിരിക്കും, ഉണ്ടാവില്ലേ? ആണോ? നമുക്കറിയാവുന്ന കാര്യം ആയതുകൊണ്ടാണ് ചോദിക്കുന്നത് അല്ലെ, ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് 24 hours ഉണ്ട് അല്ലെ. അവിടെ തീർച്ചയായിട്ടും അത് തന്നെ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ദ ഫ്രണ്ട് ഓഫീസർ provides sufficient care round the clock, that is 24 hours സർവീസ്, അതായത് 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു സർവീസ് സേവനമാണ് ആർക്കുള്ളത്? ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫിനുണ്ടാകുന്നത്. ദ സ്റ്റാഫ് വർക്ക് ഇൻ 3 shifts, അതായത് 3 ഷിഫ്റ്റ് ആയിട്ടായിരിക്കും അവിടുത്തെ സ്റ്റാഫുകൾ വർക്ക് ചെയ്ത് പോകുന്നത്. അതായത് എപ്പോഴും അവിടെ എന്താണ് അവൈലബിൾ ആണ് അല്ലെ നമ്മുടെ സ്റ്റാഫ്, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്. അതുകൊണ്ട് 3 ഷിഫ്റ്റ് ഒക്കെ ആയിട്ടായിരിക്കും എന്താണ് ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫിന്റെ വർക്ക് അവിടെ കൈകാര്യം ചെയ്ത് പോകുന്നത്. മിക്കപ്പോഴും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട്, എത്ര ഷിഫ്റ്റ് ആയിട്ടൊക്കെ ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫ് വർക്ക് ചെയ്യാറുണ്ടെന്നൊക്കെ കാണാറുണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേരെ, 3 shifts ആണ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതേമാതിരി തന്നെ റിപ്പോർട്ട് ഡെസ്പാച്ച് ഡെസ്കിന് എന്തൊക്കെ ഡ്യൂട്ടീസ് ആണെന്നുള്ളത് സ്റ്റോർ ചെയ്യുക, ക്ലയന്റിന് അനുസരിച്ചിട്ട് റിപ്പോർട്ട്സുകൾ പ്രൊവൈഡ് ചെയ്യുക, എന്താണ് മെയിൻറ്റെയിൻ റെക്കോർഡ് അല്ലെ, റിപ്പോർട്ട്സ് റിസീവ്ഡ് ആൻഡ് ഹാൻഡ് ഓവർ, ഇതെല്ലാം എന്താണ് ഈ ഒരു ഡെസ്പാച്ചിന്റെ ഒരു പ്രധാനപ്പെട്ട റോളാണ്. പിന്നെ റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്, അത് അവിടെ എന്താണ് ചെക്കപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന റോളുകൾ അല്ലെ, അതിനെ കുറിച്ചിട്ടൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇതിൽ പെടാത്തവ ഇപ്പൊ 3 കൂടി ഷിഫ്റ്റ് എന്ന് പറയുന്നത് ശരിയാണ്, ചിലപ്പോഴൊക്കെ നമ്മള് കാണാറുണ്ട് അല്ലെ. 2 ഷിഫ്റ്റ് ഒക്കെ ആയിട്ടൊക്കെ ആയിരിക്കും അല്ലെ, നൈറ്റ് ഷിഫ്റ്റും ഡേ ഷിഫ്റ്റ് ഒക്കെ മാത്രമായിട്ടായിരിക്കും ഹോസ്പിറ്റലൊക്കെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, വലിയ ഹോസ്പിറ്റലിന്റെ ഒരു സാധ്യതയാണ് ഇവിടെ കണക്കിലെടുത്ത് പറയുന്നത്. ഓക്കെയാണോ? പൊതുവെ നമ്മൾ കാണുന്നത് അല്ലെ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും, ഡേ ഷിഫ്റ്റ് ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇവിടെ 3 shifts എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് വലിയ വലിയ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഫെസിലിറ്റി കണക്കിലുണ്ട്. ഓക്കെ, ഇവിടെ ഞങ്ങൾക്ക് 3 shift ഉണ്ടെന്നും പറയുന്നുണ്ട്, അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ചില സൗകര്യങ്ങള് ചെറിയ ചെറിയ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസിലൊക്കെ അങ്ങനെയുള്ളതായിരിക്കും. അതേസമയം വലിയ വലിയ ഹോസ്പിറ്റലില് 3 shift ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ കറക്റ്റ് ആണ് അല്ലെ, ഇന്ന് അത് കൊടുത്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി തന്നെ പോവുക. വർക്ക് സ്റ്റാഫ് വർക്ക്സ് ഇൻ 3 shifts. ഓക്കെ ആയോ? അപ്പൊ നമ്മള് ഇവിടെ വരെയുള്ള കാര്യങ്ങൾ ഏകദേശം കഴിഞ്ഞു അല്ലെ. ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടോ? കണ്ടിന്യൂ ചെയ്ത് പോവാലോ? ക്ലിയറാണ്? ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. ഓക്കെ, നമ്മള് എന്താണ് നമ്മുടെ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റിന്റെ ഇതായിട്ടുള്ള കുറച്ച് മാറ്റേഴ്സ് നമ്മൾ അറിയാം. ആദ്യം മുതലേ അത് തന്നെയാണ് ഡിസ്കസ് ചെയ്ത് പോയേക്കുന്നത് അല്ലെ. എന്നാലും ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾക്ക് തന്നെ എനിക്ക് തോന്നുന്നു മെയിൻ ജോബ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നോക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ റെസ്പോണ്ട് ചെയ്യാം, കാരണം പഠിച്ച മാറ്റേഴ്സ് ഒക്കെ തന്നെയാണ് അവിടെ എടുത്ത് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കാം. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഈസ് എ പേഴ്സൺ who works in the hospital front office and manages various tasks. അതായത് നമുക്കറിയാം അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള കടമകൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രധാനമായിട്ടുള്ള ഡ്യൂട്ടിയാണ് ഫ്രണ്ട് ഓഫീസിലെ ആ ഒരു റിസപ്ഷനിസ്റ്റിന് ലഭ്യമാകുന്നത്. അദ്ദേഹം തന്നെ അല്ലെ, ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഈസ് എ പേഴ്സൺ, അദ്ദേഹം ഒരു പേഴ്സൺ ആണ്. വർക്ക് ഇൻ ദ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ്, അദ്ദേഹം എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് മാനേജ് വേരിയസ് ടാസ്ക് അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള ഡ്യൂട്ടികളാണ് അദ്ദേഹം മാനേജ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ വ്യത്യസ്ത ഡ്യൂട്ടികളെ കുറിച്ചിട്ടൊക്കെ കണ്ടു അല്ലേ? ഓക്കെ ആണോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബോറടിക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾക്ക് അത് ക്യാച്ച് ചെയ്ത് പോവാം. He or she is responsible for basic clerical tasks such as answering phones, waiting patients and visitors and scheduling appointments,
in a professional and timely manner. ഓക്കെ, നമ്മള് കണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണെന്നൊക്കെയുള്ള കാര്യം നേരത്തെയൊക്കെ കണ്ടു അല്ലെ. ഫോൺ കോളുകൾക്കൊക്കെ ആൻസർ കൊടുക്കുക, എല്ലാ പേഷ്യൻസിനെയൊക്കെ നല്ല രീതിയിൽ ഗ്രീറ്റിംഗ്സോ അല്ലെ നല്ല വിഷസ് ഒക്കെ കൊടുത്ത് വെൽക്കം ചെയ്യുക. അതിന്റെ എന്താ പറയുക ഷെഡ്യൂളിങ് അപ്പോയിന്റ്മെന്റ്സ് അല്ലെ, അവർക്ക് കൃത്യമായിട്ട് തന്നെ ഡോക്ടറെ കാണാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക എന്നുള്ള തരത്തിലുള്ള എന്താണ് പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെ നല്ല കഴിവുറ്റ നല്ല മികവുറ്റ ഒരു പ്രധാനപ്പെട്ട സേവനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്, ആര് നമ്മുടെ റിസപ്ഷനിസ്റ്റ് കാഴ്ചവെക്കുന്നത് അല്ലെ. ഓക്കെ, ഹി ഓർ ഷീ ഈസ് റെസ്പോൺസിബിൾ. അവർക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്? ഫോർ ബേസിക് ക്ലറിക്കൽ ടാസ്ക് സജാസ് അല്ലെ, അവർക്ക് ക്ലറിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതായത് ഫോണുകൾക്കൊക്കെ കൃത്യമായി ആൻസറുകൾ കൊടുക്കണം, പേഷ്യൻസിനൊക്കെ നല്ല രീതിയിൽ തന്നെ ഗ്രീറ്റിംഗ്സോട് കൂടിയിട്ട് തന്നെ വെൽക്കം ചെയ്യണം അല്ലെ, നല്ല വിഷസോട് കൂടി തന്നെ വെൽക്കം ചെയ്യണം, അല്ലെങ്കിൽ വിസിറ്റേഴ്സിന് ആൻഡ് ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്സ് ഇൻ എ പ്രൊഫഷണൽ ആൻഡ് ടൈംലി മാനർ. നല്ല കൃത്യമായ സമയത്തിൽ ക്രമം അനുസരിച്ചിട്ട് നല്ല പ്രൊഫഷണലിസത്തോട് കൂടിയിട്ട് അല്ലെ തൊഴിൽ നൈപുണ്യത്തോട് കൂടിയിട്ട് തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള സമയക്രമങ്ങളെല്ലാം ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിന്റെയാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒക്കെ തന്നെയാണ് അല്ലെ, ആണോ? ദീദിയാരുടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ? ഇല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇനി കുറച്ച് കാര്യങ്ങൾ നോക്കാം. മോസ്റ്റ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വർക്ക് ഇൻ ഫിസിഷ്യൻസ് ഓഫീസ്, ഡെന്റിസ്റ്റ് ഓഫീസ്, ഹോസ്പിറ്റൽ ഓർ അനദർ മെഡിക്കൽ ഫെസിലിറ്റീസ്. അതായത് നമ്മൾ കണ്ടു അല്ലെ, ചിലപ്പോഴൊക്കെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ നമ്മുടെ വലിയ റിസപ്ഷനിസ്റ്റിന്റെ റോളുണ്ട്. അതേമാതിരി തന്നെ എന്താണ് കൺസൾട്ടേഷൻ ഒക്കെ വേണ്ടിയിട്ട് അല്ലെ, നമ്മള് ഒരു ഫിസിഷ്യനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ മാത്രം സെപ്പറേറ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെടുന്ന പ്ലേസുകളിലെല്ലാം തന്നെ റിസപ്ഷനിസ്റ്റിന്റെ സേവനങ്ങൾ നടത്തുന്നുണ്ട്. കേസ് നമുക്കറിയാം ഒരു ഡെന്റൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ അല്ലെ എല്ലാവരും ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് ഡെന്റൽ അല്ലെ, ക്ലിനിക്കുകളെ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഉണ്ടോ? നിങ്ങളുടെ അവിടെയും ഉണ്ടോ ഡെന്റിസ്റ്റിനെ കാണാനായിട്ടുള്ള ഉത്സാഹം ഇപ്പൊ? ഓക്കെ, അപ്പൊ നമുക്കറിയാം അവിടെ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ ഒരു റിസപ്ഷനിസ്റ്റിന്റെ പോസ്റ്റ് ഉണ്ട് അല്ലെ. അവര് കൃത്യമായിട്ട് തന്നെ വരുന്ന പേഷ്യൻസിന്റെ സമയക്രമമൊക്കെ നോക്കി അവരെ കൃത്യമായിട്ട് തന്നെ ഷെഡ്യൂൾ ചെയ്ത് ഡോക്ടറുടെ സമയക്രമം അനുസരിച്ചിട്ട് തന്നെ അവരെ ഇൻഫോം ചെയ്യും. അവരതാത് സമയത്തൊക്കെ ഡോക്ടറെ കാണാനായിട്ട് വരും അല്ലെ. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഫേമുകൾ അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള ഫെസിലിറ്റീസ് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ റിസപ്ഷനിസ്റ്റിന്റെ സേവനങ്ങൾ അവിടെ ലഭ്യമാക്കാറുണ്ട്. അതാണ് പറയുന്നത് മെഡിക്കൽ അല്ലെ, പലതരത്തിലുള്ള മെഡിക്കൽ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വർക്ക് ഇൻ ഫിസിഷ്യൻ ഓഫീസ്. ഏറ്റവും കൂടുതൽ ഫിസിഷ്യൻ ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഡെന്റൽ കെയർ ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അത് മെഡിക്കൽ ഫെസിലിറ്റികളിലെല്ലാം തന്നെ റിസപ്ഷനിസ്റ്റ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി നിർവഹിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഇൻ സ്മോളർ ഓഫീസസ് medical receptionist will be responsible for both administrative and clinical duties. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതായത് വലിയ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ് റിസപ്ഷനിസ്റ്റ് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞോണം എന്താണ് നമ്മുടെ വിസിറ്റേഴ്സിനെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ നന്നായിട്ട് വെൽക്കം ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് ഡോക്ടറിനെ കാണേണ്ട സമയക്രമമൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി മാത്രമാണ് നിർവഹിക്കുന്നത്. അതേസമയം ചെറിയ ചെറിയ ക്ലിനിക്കൽ ആയിട്ടുള്ള പ്ലേസുകൾ അല്ലെ, ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസ് ഉള്ള പ്ലേസുകളൊക്കെ ആണെങ്കിൽ അവിടെ ആ ഒരു റിസപ്ഷനിസ്റ്റ് തന്നെയായിരിക്കും ചില അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഡ്യൂട്ടികളും ക്ലറിക്കൽ ആയിട്ടുള്ള ഡ്യൂട്ടികളും നിർവഹിക്കുക. ക്ലിനിക്കൽ ഡ്യൂട്ടീസും ക്ലറിക്കൽ ഡ്യൂട്ടീസും നിർവഹിക്കുക. ഓക്കെ, എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഇൻ എ സ്മോളർ ഓഫീസർ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ ഡ്യൂട്ടീസ്. ഇവിടെ ക്ലറിക്കൽ എന്ന് പറയാനും അഡ്മിനിസ്ട്രേറ്റീവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഭരണ നിർവഹണമായിട്ടുള്ള എഴുത്തുകുത്തി ജോലികൾ. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് പോയിന്റിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. അതായത് അവരുടെ പേരും കാര്യങ്ങളൊക്കെ അല്ലെ നമ്മൾ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നു. അതോടൊപ്പം തന്നെ ചികിത്സാ സംബന്ധമായ ചില ഡ്യൂട്ടികൾ കൂടി നിർവഹിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാർഡിയോളജിസ്റ്റ് ഒരു ഡോക്ടറിന്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ അവര് പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്ന ജോലിയും ചെയ്യുന്നുണ്ട്.
ചിലപ്പോൾ ECG എടുക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അല്ലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഡ്യൂട്ടിയും കൂടി ഒരു പക്ഷെ അതിനോടൊപ്പം തന്നെ ചെയ്യുന്നുണ്ടാവും. ഇപ്പം എന്താണ് നമ്മുടെ സിസ്റ്റത്തിലേക്കൊക്കെ എൻട്രി ചെയ്യുന്ന ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നുണ്ടാവും. ഉണ്ടാവില്ലേ? അങ്ങനെയുള്ളത് കണ്ടിട്ടില്ലേ? ഓക്കെ. അപ്പൊ ഇൻ കേസ് ഞാനൊരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇപ്പൊ ഒരു ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ അല്ലെ നമുക്ക് അറിയാം അവിടെ പേഷ്യൻസിനെ എന്താണ് അത് അവരുടെ സമയക്രമമൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്ന ക്ലിനിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഡ്യൂട്ടികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഡോക്ടറിനെ എന്താണ് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ കൂടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടി നടപ്പാക്കാറുണ്ട്. അതാണ് പറയുന്നത് ഇൻ സ്മാളർ ഓഫീസസ് medical receptionist will be responsible for both the administrative and clinical duties. In large offices, they may only be responsible for administrative or clerical duties. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വലിയ വലിയ ഓഫീസ് ആകുമ്പോൾ അവിടുത്തെ മെയിൻ റിസപ്ഷനിസ്റ്റ് എന്താണ് മോസ്റ്റ് ആയിട്ടും എന്താണ് കസ്റ്റമേഴ്സിനെ നല്ല രീതിയിലൊക്കെ വെൽക്കം ചെയ്ത് അവരുടെ സമയക്രമങ്ങളൊക്കെ അല്ലെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള ക്ലറിക്കൽ ആയിട്ടുള്ള ഡ്യൂട്ടീസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എത്തുകുത്ത് ജോലികൾ മാത്രമായിരിക്കും അവിടെ നിർവഹിക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ അങ്ങനെ രണ്ട് തരത്തിലുള്ള സേവനം റിസപ്ഷനിസ്റ്റ് നിർവഹിക്കാറുണ്ട്. നെക്സ്റ്റ് നോക്കാം. പോയിന്റ് അത് ഇമ്പോർട്ടന്റ് ആണോ? ചില അല്ലെ ക്ലിനിക്കൽ ആയിട്ടുള്ള ഡ്യൂട്ടീസിനോടൊപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസും എന്താണ് ചെറിയ ചെറിയ എന്താണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് അല്ലെ ചെറിയ ചെറിയ ഓഫീസുകളിലാണെങ്കിലും ഉണ്ടാവും. ലാർജ് ഓഫീസിലാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടി മാത്രമായിരിക്കും അവര് നിർവഹിക്കേണ്ടി വരിക. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ദ പൊസിഷൻ ഈസ് റെഫേർഡ് ടു ആസ് എ മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ്, മെഡിക്കൽ അസിസ്റ്റന്റ്, റിസപ്ഷനിസ്റ്റ് ഓർ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ. അതായത് നമ്മുടെ റിസപ്ഷനിസ്റ്റിനെ വിവിധ പേരുകളിൽ അറിയപ്പെടാം. അവരുടെ പൊസിഷൻ ഏതൊക്കെ രീതിയിൽ അറിയപ്പെടാം? മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ്, മെഡിക്കൽ അസിസ്റ്റന്റ്, റിസപ്ഷനിസ്റ്റ് ഓർ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ. ഈ പേരുകളിലെല്ലാം തന്നെ എന്താണ് നമ്മുടെ റിസപ്ഷനിസ്റ്റിനെ അറിയപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അതായത് ആ ഓഫീസിൽ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ ആ ഒരു സ്ഥാപനത്തിൽ എന്താണോ അവരുടെ പൊസിഷൻ അവര് നിർവഹിക്കേണ്ട ഡ്യൂട്ടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ പൊസിഷൻ നിർവഹിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ഒരു പൊസിഷൻ ആ ഒരു റിസപ്ഷനിസ്റ്റിന് ലഭ്യമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ആ പോയിന്റും അണ്ടർലൈൻ ചെയ്യേണ്ട. വ്യത്യസ്ത പേരുകളിൽ അല്ലെങ്കിൽ വ്യത്യസ്ത പൊസിഷനിൽ ഈ ഒരു റിസപ്ഷനിസ്റ്റിനെ അറിയപ്പെടാൻ സാധിക്കും. വായിച്ചു നോക്കാം. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആണോ? ഞാൻ ഈ പാരഗ്രാഫിൽ ഒന്ന് രണ്ടെണ്ണം ആകെ ചെയ്യാൻ പറഞ്ഞു. ലാസ്റ്റ് ഏതൊക്കെ നാമനിർദ്ദേശം അല്ലെ അവർക്ക് വരാമെന്നുള്ള കാര്യം പൊസിഷൻ ഈസ് റെഫേർഡ്. അതേമാതിരി തന്നെ സ്മോൾ ഓഫീസിലും വലിയ വലിയ സ്ഥാപനങ്ങളാണെങ്കിൽ ലാർജ് ഓഫീസ് ആണെങ്കിൽ എന്താണ് വേരിയേഷൻ അല്ലെ എന്താണ് അവരുടെ ഡ്യൂട്ടിയുടെ വേരിയേഷൻ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. അടുത്തൊരു ഭാഗം എന്ന് പറയാൻ സ്പീഡ് കൂടുന്നുണ്ടോ? എല്ലാ ടീച്ചേഴ്സിനെ അപേക്ഷിച്ച് സ്പീഡ് കൂടുതലാണോ എനിക്ക്? ആണോ? ഇല്ല, കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാട്ടോ.
അപ്പോ അടുത്തൊരു പോയിന്റിലേക്ക് പോകാം. മെയിൻ ജോബ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അതായത് ഈ ഇതിന്റെ അല്ലെ നമ്മുടെ റിസപ്ഷനിസ്റ്റിന്റെ മെയിൻ ജോബ് അല്ലെങ്കിൽ ഡ്യൂട്ടികൾ അല്ലെ അവരുടെ ഒരു ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് അവിടെ നിർവചിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ഡ്യൂട്ടികളും റെസ്പോൺസിബിലിറ്റികളൊക്കെ തന്നെയാണ് അല്ലെ, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഓരോരുത്തരായിട്ട് അവനവന്റെ അറിയാവുന്ന പോയിന്റ്സുകൾ അങ്ങനെ ഷെയർ ചെയ്യുക, നമുക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം അതിന് വേണ്ടി പോയിന്റ്സ് ഉണ്ട്, ഞാൻ എടുത്ത പോയിന്റ്സുകളൊക്കെ തന്നെയാണ്. എന്തൊക്കെ ആയിരിക്കും അവർക്ക് ഉള്ള ഡ്യൂട്ടികൾ? ആദ്യം തന്നെ റിസപ്ഷനിസ്റ്റ് എന്തൊക്കെ ഡ്യൂട്ടിയാണ് നിർവഹിക്കുന്നത്? ആദ്യ പാരഗ്രാഫിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. ഓക്കെ, ഗ്രീറ്റ്സ്, നല്ല രീതിയിൽ തന്നെ അവരെ അല്ലെ ഓരോ കസ്റ്റമേഴ്സിനെ വെൽക്കം ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ ഇങ്ങനെ പോലെ മാന്യത അല്ലെ, ഓക്കെ, നമ്മൾ അത്രയും ഇങ്ങനെ പോലെ ആദരവ് കാണിച്ച് വെൽക്കം ചെയ്യണമെന്ന് പറഞ്ഞു. ഇൻഫോർമേഷൻസ് അല്ലെ, എല്ലാ തരത്തിലുള്ള വിവരങ്ങളും കസ്റ്റമേഴ്സിന് ഉപഭോക്താക്കൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും തന്നെ മെസ്സേജ് അയക്കുക. അപ്പൊ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ആശയങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ സാധിക്കും. ഫ്രണ്ട്ലി, ഓക്കെ, നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ അവിടെ വരുന്ന കസ്റ്റമേഴ്സിനോടൊക്കെ നല്ല ഫ്രണ്ട്ലി അപ്രോച്ചോട് കൂടി തന്നെ ആയിരിക്കണം വിവരങ്ങൾ കളക്ട് ചെയ്യേണ്ടത്, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കണം അല്ലെ. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി ആൻസർ ഓഫ് ദ പ്രസന്റ് അല്ലെ നമ്മളുടെ പ്രസൻസിൽ തന്നെ നല്ല വ്യക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞു കൊടുക്കാനൊക്കെ ശ്രമിക്കണം. രജിസ്ട്രേഷൻ, അവരുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നിർവഹിക്കണം. ഓക്കെ, നമുക്കറിയാം ഡോക്ടറിന്റെ സമയക്രമവും കാര്യങ്ങളും അല്ലെ, ഇതൊക്കെ നിർവഹിക്കണം. വീണ്ടും മാത്രമേ ഉള്ളൂ. ഓക്കെ, കേർട്ടിയസ് മാനല്ല, അവരെ മര്യാദയോടുകൂടി വിനയത്തിന്റെ ഭാഷയിൽ തന്നെയായിരിക്കണം അവരെ നിന്ന് കാര്യങ്ങളൊക്കെ അറിയേണ്ടത്. ഹെൽപ്പ് ചെയ്യണം, കസ്റ്റമേഴ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, അങ്ങനെ വ്യത്യസ്ത തരത്തിലോ അല്ലെ അറ്റൻഡ് ഫോൺ കോൾ, ഓക്കെ, ഫോൺ കോളുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ടുള്ള മര്യാദ രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യണം അല്ലെ. എഡ്യൂക്കേറ്റ്, മര്യാദയോട് കൂടി തന്നെ എഡ്യൂക്കേറ്റ് അല്ലെ, ആ ഒരു മര്യാദയോട് കൂടി തന്നെ മറുപടികളൊക്കെ പറയണം. ഓക്കെ, ഓക്കെ, അത് നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ല രീതിയിൽ അല്ലെ നല്ല മാനേജ് ചെയ്യാനായിട്ട്, അതായത് തിക്കുന്ന ബഹളമൊന്നും ഉണ്ടാക്കരുത്. അതേപോലെ തന്നെ ക്ലീൻ ആയിട്ട് അല്ലെ അവിടെ ക്യൂ ഒക്കെ കൃത്യമായിട്ട് തന്നെ പാലിച്ചു പോകുന്നുണ്ടെന്നൊക്കെ ഉറപ്പുവരുത്തണം അല്ലെ. അപ്പൊ അത്തരത്തില് നമ്മൾ കണ്ട പോയിന്റ്സ് ഒക്കെ തന്നെയാണ് റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയിലും റെസ്പോൺസിബിലിറ്റിയിലും പറയുന്നത്. ക്യൂ ഒക്കെ കൃത്യമായിട്ടൊക്കെ കൈകാര്യം ചെയ്യും. അപ്പൊ അത് ആ പോയിന്റ്സ് ഒക്കെ തന്നെ 1 by 1 ആയിട്ട് ഇവിടെ വിവരിച്ചു പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് നോക്കാം. Welcomes and greets all patients and visitors personally or over the phone. ഓക്കെ, നമ്മൾ വ്യക്തിപരമായിട്ടാണെങ്കിലും ഫോണിലൂടെയാണെങ്കിലും അവർക്ക് നല്ല ഒരു വെൽക്കം ചെയ്യണം. വരുന്ന ഫോൺ കോൾ ആണെങ്കിലും നേരിട്ടാണെങ്കിലും അവരെ നല്ല രീതിയിൽ തന്നെ വിശ്വസോട് കൂടിയിട്ട് അല്ലെ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് എന്നുള്ള വിശ്വസോട് കൂടി തന്നെ വെൽക്കം ചെയ്യാം. ഓക്കെ, പ്രോബ്ലംസ് ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് പേഷ്യൻസിന്റെ ഓക്കെ കണ്ടിന്യൂ ചെയ്യും. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നിങ്ങൾ എല്ലാവരും ഓക്കെയാണ്, കുറച്ചൊക്കെ എന്തായാലും ഐഡിയാസ് ഒക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ട്. ഓക്കെ, അതിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പൊ നെക്സ്റ്റ് നോക്കുക. ദ റിസപ്ഷനിസ്റ്റ് ഈവൻ ഇഫ് യു കാനോട്ട് വെർബലി ഗ്രീറ്റ് ദ പേഷ്യന്റ്, getting eye contact with them lets them know you are aware of their presence and will get to them as soon as possible. അതായത് നമ്മൾ കണ്ടു റിസപ്ഷനിസ്റ്റിന് പല ഡ്യൂട്ടികൾ ഉണ്ടെന്ന് കണ്ടു അല്ലെ. വരുന്ന വ്യക്തികൾ അല്ലെ, വരുന്ന കസ്റ്റമേഴ്സ്, അതായത് വിസിറ്റേഴ്സ് ആണെങ്കിലും പേഷ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിലും അവരോട് എന്താണ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ചോദിച്ചറിഞ്ഞ് അവരുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടത്തണം. ഒപ്പം തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യണം അല്ലെ. ഫോൺ കോളുകൾ കൃത്യമായിട്ട് വരുന്നുണ്ട്, അവർക്ക് മറുപടികൾ കൊടുക്കണം. ഇൻ കേസ് ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള മെസ്സേജുകളൊക്കെ പാസ് ചെയ്യണം. ഇതെല്ലാം കൂടി റിസപ്ഷനിസ്റ്റിന്റെ മുമ്പിൽ വരുമ്പോൾ അവർക്ക് പല കാര്യങ്ങൾ ഇൻവോൾവഡ് ആയിട്ട് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അങ്ങനെ ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് ഒരു പ്രത്യേക അടിസ്ഥാനത്തിൽ നോക്കിയാണ് എന്താ റിസപ്ഷനിസ്റ്റ് ഈവൻ ഇഫ് യു കാനോട്ട് വെർബലി ഗ്രീറ്റ് ദ പേഷ്യന്റ്, ഗെറ്റിംഗ് ഐ കോണ്ടാക്ട് വിത്ത് ദം ലെറ്റ്സ് ദം നോ യു ആർ അവെയർ. അതായത് അവരെ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു ഫ്രണ്ടിൽ വന്നിരിക്കുന്ന വ്യക്തിയോട് ചിലപ്പോൾ നമുക്ക് ഒന്നും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം. ചിലപ്പോൾ റിസപ്ഷനിസ്റ്റിന് അവരോട് വെർബലി ഒന്നും സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും.
എങ്കിൽ കൂടി ഗെറ്റിംഗ് ഐ കോണ്ടാക്ട് അല്ലെ, നമ്മുടെ റിസപ്ഷനിസ്റ്റിന്റെ ഐ കോണ്ടാക്ടിലൂടെ ഫേസിലൂടെ അവര് മനസ്സിലാക്കിയെടുക്കണം, അല്ലെങ്കിൽ ആ ഒരു കണ്ണിന്റെ ആ ചലനത്തിലൂടെ മനസ്സിലാക്കും, ഓക്കെ നിങ്ങളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെ, നമ്മൾ പക്ഷേ ഈ ഡ്യൂട്ടിയിലാണെന്നുള്ള നിങ്ങൾ വരുന്നിരിക്കുന്ന വരവ് ഞാൻ ഓക്കെയാണ്, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഇത് കഴിയട്ടെ അല്ലെ. അതില് നമ്മൾ സംസാരിക്കണമെന്നില്ല, നമ്മുടെ കണ്ണിൽ തന്നെ ആക്ഷൻ ഉണ്ട്, ഉണ്ടാവില്ലേ? ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവരുടെ പ്രസൻസ് നമ്മൾ മനസ്സിലാക്കുന്നത്, റിസപ്ഷനിസ്റ്റ് മനസ്സിലാക്കുന്നുണ്ട് എന്ന് അവര് ഉറപ്പ് വരുത്തണം. ഇൻ കേസ് നമുക്ക് വെർബലി സംസാരിക്കാനായിട്ട് നേരിട്ട് അവരോട് ഒന്നും റെസ്പോണ്ട് ചെയ്യാൻ ആ ടൈമിന് പറ്റിയില്ലെങ്കിൽ കൂടി അവരുടെ പ്രസൻസ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. Okay, the receptionist, even if you cannot verbally greet the patient, getting eye contact with them lets them know you are aware of their presence and will get to them as soon as possible. Okay, അതിനുശേഷം നമുക്കറിയാം നമ്മുടെ ആ തിരക്കും കാര്യങ്ങൾ കഴിയുന്നതിനൊപ്പം തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് എല്ലാവരെയും എല്ലാവരെയും പറഞ്ഞോളം നല്ല ഗ്രീറ്റിങ്ങോട് കൂടിയിട്ട് വിശ്വസോട് കൂടിയിട്ട് വെൽക്കം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. அந்த സമയത്ത് അവരെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി നമ്മളുടെ മൈൻഡിൽ അല്ലെ, നമ്മളുടെ ശ്രദ്ധയിൽ കണ്ണീര് അവർക്ക് ആ ഒരു പോസിബിലിറ്റി കൊടുക്കുക, നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു പോസിബിലിറ്റി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയോ എന്താണ് ആ പോയിന്റ് എന്നുള്ളത്? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നേരത്തെ പറഞ്ഞത് തന്നെ രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്, അതായത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾസ് അനുസരിച്ചിട്ട് തന്നെ അവരുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നിർവഹിക്കുക എന്നുള്ളതാണ്. then fourth point നോക്കുകയാണെങ്കിൽ രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് ആൻഡ് അപ്ഡേറ്റ്സ് എക്സിസ്റ്റിംഗ് പേഷ്യൻസ് ഡെമോഗ്രാഫിക്സ് by collecting detailed patients information that includes personal and financial information. അപ്പൊ അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് ആൻഡ് അപ്ഡേറ്റ്, സോറി ഞാൻ അവിടെ നിന്ന് ഒരു പോയിന്റ് വിട്ടുപോയി എന്ന് തോന്നാൻ. ഓക്കെ, റെസ്പോണ്ട് ടു എൻക്വയറി ബൈ പേഷ്യൻസ്, prospective patients and visitors in a respond to inquiry by a patients, then prospective patients and visitors in a courteous manner. അതായത് നിങ്ങൾ പറഞ്ഞു അല്ലെ, നല്ല വിനയത്തിന്റെ ഭാഷയിൽ തന്നെ വിസിറ്റേഴ്സിനോടാണെങ്കിലും പേഷ്യൻസിനോടൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചു തരിക അല്ലെ, അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ചോദിച്ച് അവർക്ക് അത്ത ടൈമിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുക അല്ലെ, അവർ എന്താണോ അന്വേഷിക്കുന്നത് ആ അന്വേഷിക്കുന്നതിനനുസരിച്ചിട്ടായിട്ടുള്ള മറുപടികൾ കൃത്യസമയത്ത് തന്നെ അവർക്ക് നൽകുക എന്നുള്ളതാണ്. റെസ്പോണ്ട് ടു എൻക്വയറി ബൈ പേഷ്യൻസ്, പ്രോസ്പെക്റ്റീവ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് ഇൻ എ courteous manner. അവിടെ എന്താണ് പ്രോസ്പെക്റ്റീവ് പേഷ്യൻസ് എന്ന് പറയുന്നത്? എന്താണ്? അതായത് നമ്മളിപ്പോ ചിലർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഡോക്ടേഴ്സിനെ എന്ത് കാണണം അല്ലെങ്കിൽ ഏത് രോഗമാണ് നമുക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിനെ സമീപിക്കേണ്ടത് എന്നുള്ളത് ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടണമെന്നില്ല. അങ്ങനെയുള്ള ഒരു രീതിയിലായിരിക്കും ചിലപ്പോൾ റിസപ്ഷനിസ്റ്റിന്റെ മുമ്പിൽ വരുന്നത്. അപ്പൊ അവരെ ദീർഘവീക്ഷണത്തോടെ അല്ലെ, നമ്മുടെ ഉൾക്കാഴ്ചയോട് കൂടിയിട്ട് അവരെന്താണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് റിസപ്ഷനിസ്റ്റിന് ഊഹിച്ചെടുക്കാൻ പറ്റണം അല്ലെ, ഇന്ന കാര്യമാണ് അവര് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള റെസ്പോൺസ് അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, എന്താണെന്ന് മനസ്സിലായോ? അതാണ് പ്രോസ്പെക്റ്റീവ് പേഷ്യൻസ് എന്ന് പറയുന്നത്. ഒരു ഉൾക്കാഴ്ചയോട് കൂടിയിട്ട് അവരെ മനസ്സിലാക്കിയെടുക്കുക. ചിലപ്പോൾ അവർക്ക് എന്താണ് നമുക്ക് റിസപ്ഷനിസ്റ്റിന്റെ മുമ്പിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ അവരുടെ ഐഡിയ, അവരുടെ മൈൻഡിലുള്ള ആശയം എന്താന്നുള്ളത് ഊഹിച്ചറിഞ്ഞ് അവരെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റെസ്പോൺസ് അല്ലെ മറുപടികൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറയുന്നത്. റെസ്പോണ്ട് ടു ഇൻക്വയറി ബൈ പേഷ്യൻസ്, ദെൻ പ്രോസ്പെക്റ്റീവ് പേഷ്യന്റ് ആൻഡ് വിസിറ്റേഴ്സിന്റെ courteous manner. നല്ല വിനയ ഭാഷയിൽ നല്ല മര്യാദയോട് കൂടിയിട്ട് ഉൾക്കാഴ്ചയോട് കൂടിയിട്ട് പേഷ്യൻസ് വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം കൃത്യമായിട്ടുള്ള റെസ്പോണ്ടുകൾ കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്. നേരത്തെ പറഞ്ഞ രജിസ്ട്രേഷൻ കാര്യങ്ങൾ അല്ലെ, നമ്മുടെ കൃത്യമായിട്ട് തന്നെ ഹോസ്പിറ്റലിന്റെ ആ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് തന്നെ രജിസ്ട്രേഷൻ നടപടികളെല്ലാം പുതിയ പേഷ്യൻസിന്റെ ഒക്കെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ എടുക്കുക എന്നുള്ളത്. Then register new patients and updates existing patients demographics
by collecting detailed patient information that includes personal and financial information. അതായത് സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഇൻ കേസ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസ് അല്ലെ, പേരും ഏജും അതേമാതിരിയുള്ള ഡീറ്റെയിൽസുകളെല്ലാം തന്നെ അതെല്ലാം കൃത്യമായിട്ട് തന്നെ ഡീറ്റെയിൽസുകളെല്ലാം കളക്ട് ചെയ്യുക. ഇതിന് എന്താണ്, അത് പുതിയ പേഷ്യൻസ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് കളക്ട് ചെയ്യാം, നിലവിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ അപ്ഡേഷൻസ് വരുത്തിയെടുക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി തന്നെയാണ്. ഓക്കെയാണോ? പുതിയ പേഷ്യന്റ് ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, നമുക്കറിയാം കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. കേസ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് വരെ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതല്ല എക്സിസ്റ്റിംഗ് നിലവിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ അപ്ഡേഷൻ വരുത്തിയാൽ മതി അല്ലെ, പുതിയതായിട്ട് വരുന്ന ടൈമിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചേർത്താൽ മതി. നെക്സ്റ്റ് വരുമ്പോൾ എന്താണ്, അസിസ്റ്റ് പേഷ്യന്റ് ടു കംപ്ലീറ്റ് ഓൾ നെസസറി ഫോംസ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഇൻഷുറൻസ്. അതായത് നമുക്കറിയാം വരുന്ന പേഷ്യൻസിന് എല്ലാ വിവരങ്ങളും കിട്ടി ഉണ്ടാവണമെന്നില്ല അല്ലെ. അപ്പൊ അവർക്ക് ഇന്ന ഫോമുകളൊക്കെ ഉണ്ട്, ഇന്ന മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്, ഇന്ന ഫോമുകളൊക്കെ നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് തരണം അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു അസിസ്റ്റ് അല്ലെ, ഒരു സഹായം പേഷ്യൻസിന് നൽകുക എന്നുള്ളത്. അസിസ്റ്റ് പേഷ്യൻസ് ടു കംപ്ലീറ്റ് ഓൾ നെസസറി ഫോംസ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഇൻഷുറൻസ് അടക്കമുള്ള ഡോക്യുമെന്റേഷൻ കാര്യങ്ങളിലെല്ലാം അല്ലെ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള അസിസ്റ്റ് അല്ലെ ഒരു സഹായം ആ ഒരു റിസപ്ഷനിസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കേണ്ടതാണ്. അടുത്ത പോയിന്റ് പറയുന്നത് എൻഷുർ പേഷ്യൻസ് ടു കംപ്ലീറ്റ് ഓൾ നെസസറി ഫോംസ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഇൻഷുറൻസ്. അതായത് ഈ ഫോമുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അല്ലെ, നമ്മളിപ്പോ കൊടുത്തു ഇന്ന രീതിയിലൊക്കെ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു, റിസപ്ഷനിസ്റ്റ് നിർദ്ദേശിച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ടാവും. തിരിച്ച് നമ്മൾ ഉറപ്പ് വരുത്തണം അല്ലെ, ആ റിസപ്ഷനിസ്റ്റ് ഉറപ്പ് വരുത്തണം ഓക്കെയാണ്, പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, മെഡിക്കൽ ഇൻഷുറൻസിന്റെ വരെ ഫോമുകളെല്ലാം കൃത്യമായിട്ട് തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട് എന്ന് ആരും ഉറപ്പ് വരുത്തണം, ഉറപ്പ് വരുത്തണം. ആരുടെ ഡ്യൂട്ടിയാണ് നമ്മളിപ്പോ പറയുന്നത്? ഓക്കെ, റിസപ്ഷനിസ്റ്റ് ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം അല്ലെ, നമ്മള് ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് റിസപ്ഷനിസ്റ്റ് അതിന്റെ കാര്യം ഉറപ്പ് വരുത്തണം. നെക്സ്റ്റ് നോക്കുമ്പോൾ എന്താണ് എൻഷുർ. ഓക്കെ, അപ്പോ എൻഷുർ പേഷ്യൻസിന്റെ കാര്യം പറഞ്ഞു. ഇനി എൻഷുർ പേഷ്യന്റ് ഇൻഫോർമേഷൻ ഈസ് ആക്യുറേറ്റ് ഇൻക്ലൂഡിംഗ് ബില്ലിംഗ് ഇൻഫോർമേഷൻ. അടുത്തൊരു കാര്യം നമുക്ക് റിസപ്ഷനിസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ടത് ഈ ബില്ലിംഗ് ഇൻഫോർമേഷൻസ് ആണെങ്കിൽ അല്ലെ, നൽകിയിരിക്കുന്ന ബില്ലിംഗ് ഇൻഫോർമേഷൻസും മറ്റെല്ലാം തന്നെ കറക്റ്റ് ആണ് അല്ലെ, ആക്യുറേറ്റ് ആണ് എന്ന്, കൃത്യതയുള്ളതാണ് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ റിസപ്ഷനിസ്റ്റ് ആണ്. ഇൻ കേസ് നമുക്കറിയാം മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഇൻഷുറൻസിന്റെ ആ ഒരു കാർഡിലൊക്കെ ചിലപ്പോൾ പേരുണ്ടാവണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ്, അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള അർഹത ആനുകൂല്യങ്ങൾ അർഹിക്കുന്നതായിരിക്കില്ല, ഉണ്ടാവില്ലേ? അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഫോമുകളൊക്കെ ഫില്ലപ്പ് ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്യാം. കറക്റ്റ് ആയിട്ട് ഫോമുകളൊക്കെ ഫില്ലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അത് മാത്രമല്ല ഈ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം കറക്റ്റ് ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി തന്നെയാണ്. അത്യാവശ്യം ഡ്യൂട്ടികളൊക്കെ ഉണ്ട് അല്ലെ, പറഞ്ഞോളം വെൽക്കം ചെയ്ത് പേരുകൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുക എന്ന് മാത്രമല്ല അവരെ പരിചയപ്പെടുത്തി കൊടുക്കണം. അതിനുശേഷം ഇങ്ങനെ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം, അതൊക്കെ കറക്റ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യം ഡ്യൂട്ടികളുണ്ട്. നെക്സ്റ്റ് നോക്കുമ്പോൾ എന്താണ്, എൻഷുറിംഗ് പേഷ്യന്റ് ഇൻഫോർമേഷൻ ഈസ് ആക്യുറേറ്റ് ഇൻക്ലൂഡിംഗ് ബില്ലിംഗ് ഇൻഫോർമേഷൻസ് കഴിഞ്ഞാൽ ഇൻഫോം പേഷ്യൻസ് ഓഫ് കുറച്ച് ടഫാണ്. ഓക്കെ, അപ്പൊ നോക്കാം. എന്തൊക്കെയാണെങ്കിലും ഡ്യൂട്ടികളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് നമുക്ക് എല്ലാ ഏത് ഡ്യൂട്ടി ആണെങ്കിലും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എല്ലാവരും ഡ്യൂട്ടി ചെയ്യുന്നവരാണ് അല്ലെ. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഏത് ഡ്യൂട്ടിയും അങ്ങനെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസോടുകൂടി ഏത് ഡ്യൂട്ടിയും ഏറ്റെടുക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്, ഇൻഷുർ പേഷ്യന്റ് ഇൻഫോർമേഷൻ ഈസ് ആക്യുറേറ്റ് കഴിഞ്ഞാൽ ഇൻഫോം പേഷ്യന്റ് ഓഫ് മെഡിക്കൽ ഓഫീസർ പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസി. ഓക്കെ, നമ്മള് അതായത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള നിയമങ്ങളും നയങ്ങളും നടപടിക്രമങ്ങളെ കുറിച്ചിട്ടൊക്കെ പേഷ്യന്റിന് എന്താണ് ഇൻഫോം ചെയ്ത് കൊടുക്കുക അല്ലെ, മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് ഇവിടുത്തെ നിയമം, ഇതാണ് ഇവിടുത്തെ ഫീസ് അല്ലെ, ഈ ഇന്ന സമയത്ത് OP ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്ന സമയത്ത് ഡോക്ടറെ കാണാം,
നെക്സ്റ്റ് വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ അത്യാവശ്യം പോളിസി നയങ്ങളും പ്രൊസീജിയേഴ്സ് ഒക്കെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു ഡ്യൂട്ടി. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് പേഷ്യന്റ് റെക്കോർഡ്സ്. അതായത് പേഷ്യന്റിന്റെ റെക്കോർഡുകളെല്ലാം തന്നെ അത് എല്ലാം കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് അനുസരിച്ചിട്ട് തന്നെ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കാം. നമുക്കറിയാം 1 by 1 ആയിട്ട് ഓരോരുത്തരുടെ റെക്കോർഡുകൾ അല്ലെ അത് കൃത്യമായിട്ട് തന്നെ അവൈലബിൾ ആക്കും. അപ്പൊ അത് പരിപാലിക്കുന്ന കാര്യം കൃത്യമായിട്ട് തന്നെ ചെയ്തു പോകണം അല്ലെ. ഓരോ റെക്കോർഡ്സുകളൊന്നും ഇതായി പോകരുത്, മിസ്സൊന്നായി പോകരുത്. അത് ആ പേഷ്യന്റ് വരുമ്പോഴും റെക്കോർഡുകളൊക്കെ ചെയ്യും അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ടുള്ള എല്ലാം എന്താണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. അത് രേഖപ്പെടുത്തുന്നതെല്ലാം കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്തു പോകുക എന്നുള്ളതാണ് മെയിൻറ്റെയിനിങ് ആൻഡ് മാനേജിങ് പേഷ്യൻസ് റെക്കോർഡ്സ്. ഓക്കെ, അതായത് നമ്മളൊന്നും അല്ലെ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നതൊന്നും മാഞ്ഞൊന്നും പോകരുതെന്നും മനസ്സിലായോ? ക്ലിയർ ആയോ? മെയിൻറ്റെയിനിങ് ആൻഡ് മാനേജ് പേഷ്യൻസ് റെക്കോർഡ്സ്. then next പറയുന്നത് മൂവ് പേഷ്യൻസ് ടു അപ്പോയിന്റ്മെന്റ്സ് ആസ് ഷെഡ്യൂൾഡ്. അതായത് എന്താണ് ഷെഡ്യൂൾ ചെയ്ത പ്രകാരം അപ്പോയിന്റ്മെന്റുകൾക്ക് അനുസരിച്ചിട്ട് പേഷ്യൻസിനെ മൂവ് ചെയ്യുക, അവരെ ചലിക്കാനായിട്ട് അനുവദിക്കുക. അതായത് സമയത്തിനനുസരിച്ചിട്ട് സമയക്രമം അനുസരിച്ചിട്ട് അവര് പോകാനായിട്ട് അനുവദിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. ജസ്റ്റ് വായിച്ചു നോക്കാം, ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്യാം. എന്തെങ്കിലും പോയിന്റ് ഇതുവരെ എടുത്തതിൽ ഏതെങ്കിലും പോയിന്റുകൾ വീണ്ടും പറയേണ്ടതുണ്ടോ എന്ന് നോക്കാം. എന്തായാലും എല്ലാ പോയിന്റ്സും കവർ ചെയ്ത് തീർക്കാൻ പറ്റില്ല. ഏതെങ്കിലും പോയിന്റുകൾ ഡൗട്ട് ഉണ്ടോ? മൂന്ന് വെച്ചാൽ ചലിപ്പിക്കുക, അതായത് ഷെഡ്യൂൾ ചെയ്തനുസരിച്ചിട്ട് അല്ലെ. നമ്മളിപ്പോ ഡോക്ടേഴ്സ് ഞാൻ പറഞ്ഞു ചില ഓഫീസുകൾ ഉണ്ടെങ്കിൽ അല്ലെ, വലിയ വലിയ ഹോസ്പിറ്റലുകൾ ഉണ്ടാവും, ചെറിയ ചെറിയ ഫെസിലിറ്റി ഉള്ള ഹോമുകളും ഉണ്ടാവും അല്ലെ. അപ്പോ എന്താണ് വലിയ വലിയ ഓഫീസുകളൊക്കെ ആണെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും എന്താണ് അത് അവര് അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളും വെച്ചിട്ട് അവരുടെ സമയക്രമം അനുസരിച്ച് ഡിജിറ്റലൈസ് ചെയ്ത് തന്നെ വരും അല്ലെ. നമ്മുടെ സമയം എപ്പോഴാണ്, നമ്മുടെ നമ്പർ എപ്പോഴാണ്, അതനുസരിച്ചിട്ട് തന്നെ അവര് ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. അതല്ല ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവരെ ആ സമയമൊക്കെ ആകുമ്പോഴേക്കും ഡോക്ടറിന്റെ അടുത്തേക്ക് വിടാനായിട്ട് അല്ലെ. നെക്സ്റ്റ് പേഴ്സൺ ആണോ അല്ലെ, പേഷ്യന്റ് ആണ്, നിങ്ങൾ അടുത്ത പേഷ്യന്റ് ഇറങ്ങുമ്പോഴേക്കും കേൾക്കോട്ടോ, അങ്ങനെ ഇപ്പോൾ ഇൻഫോർമേഷൻസ് കൊടുക്കേണ്ടത് ഉണ്ടാവില്ലേ. അതാണ് മൂവ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്. ക്ലിയറായോ? പേഷ്യൻസ് ടു അപ്പോയിന്റ്മെന്റ്സ് ആസ് ഷെഡ്യൂൾഡ്. വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ടൈം അനുസരിച്ച് ഡിജിറ്റലൈസ് ചെയ്ത് അല്ലെ. ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമ്പറൊക്കെ തെളിഞ്ഞു വരും. അതനുസരിച്ചിട്ട് തന്നെ ഡോക്ടറെ കാണാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ചെറിയ ചെറിയ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ അല്ലെ അവര് ഓരോ അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ അനുസരിച്ചിട്ട് അടുത്ത ഓരോ പേഷ്യന്റ് കഴിയുമ്പോഴും അടുത്ത അല്ലെ ടൈം അനുസരിച്ചിട്ട് തന്നെ മൂവ് ചെയ്ത് കൊടുക്കണം. അതായത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. വേറെ ഏതെങ്കിലും പോയിന്റ്? വായിച്ച് നോക്കാം, ഏതെങ്കിലും പോയിന്റ് ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാം കൂടി ഒന്നിച്ചെടുക്കുന്നില്ല, കാരണം നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് നമ്മുടെ ഫ്രണ്ട് ഓഫീസ് തീരും. അപ്പൊ നമുക്ക് അടുത്തൊരു ചാപ്റ്റർ എടുക്കാൻ തുടങ്ങാം അല്ലെ. അടുത്ത ചാപ്റ്റർ നമുക്ക് വെന്റിലേറ്റർ ആയാലോ. ഒരു വലിയ ചാപ്റ്റർ ആയിരുന്നു, ബോറടിച്ചോ? ഇൻഫെക്ഷൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞൊക്കെ തന്നെയാണ്, പല പല റെസ്പോണ്ടുകൾ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ ക്ലിയർ ആവാത്തതുണ്ടോ? സ്പീഡ് കൂടുതൽ ആകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായി പോകുന്നില്ലേ? ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? റെസ്പോണ്ട് ചെയ്യാട്ടോ. മാം തേർഡ് പോയിന്റ് പറഞ്ഞല്ലോ, തേർഡ് പോയിന്റ് ഓക്കെ, എന്തെങ്കിലും
ഭേദഗതികൾ വരുത്തണമെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടി മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് മാറ്റാം. എനിവേ നമുക്ക് എന്താ പറയാ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വെന്റിലേറ്ററും കൂടി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇതിന്റെ ക്ലാസ് കഴിയുമ്പോൾ അടുത്തതും കൂടി എടുക്കാം. ചില ചാപ്റ്റേഴ്സ് ചെറുതായിരിക്കും, ചിലതൊക്കെ ഇത്തിരി വലുതാണ്. ഏത് പോയിന്റ് ചോദിക്കുന്നുണ്ട്. തേർഡ് പോയിന്റ് ഇതാണ്, റെസ്പോണ്ട് ടു എൻക്വയറീസ് ബൈ പേഷ്യൻസ്, prospective patients and visitors in a courteous manner. അതായത് വിനയ ഭാഷയിൽ വിസിറ്റേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോട് റെസ്പോണ്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ പറയണം പ്രോസ്പെക്റ്റീവ് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ദീർഘവീക്ഷണത്തോടു കൂടി അല്ലെ, നമ്മള് എന്താണോ ആ ഒരു മുന്നിൽ വന്നിരിക്കുന്ന പേഷ്യന്റ് എന്താണോ പറയാൻ അല്ലെ, മുന്നിലേക്ക് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ദീർഘവീക്ഷണത്തോടുകൂടി ഉൾക്കാഴ്ചയോടുകൂടി മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള തന്നെ റിസപ്ഷനിസ്റ്റിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇന്ന ഡോക്ടറെ കാണാം, ഇന്ന ഒരു ടെസ്റ്റിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് അല്ലെ, അങ്ങനെ കൃത്യമായിട്ട് തന്നെ അവർക്ക് ഒരുപക്ഷെ അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അവരോട് ചോദിച്ചറിയുക അല്ലെ, ഉൾക്കാഴ്ചയോടുകൂടി ചോദിക്കുക. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം, എന്താണ് നിങ്ങളുടെ മാറ്റർ, ഇതാണോ പ്രശ്നം അല്ലെ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ആൻസർ അവരെ കൃത്യമായിട്ട് പറയും. അതനുസരിച്ചിട്ട് അവർക്ക് അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തു. ചിലപ്പോൾ വലിയൊരു ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവാം. ഒരുപക്ഷെ ന്യൂറോളജി ആണോ, നെഫ്രോളജി ആണോ, കാർഡിയോളജി ആണോ കാണേണ്ടതെന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഒരുപക്ഷെ ആ പേഷ്യന്റിന് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അത് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അതേമാതിരി തന്നെ എൻക്വയറി പേഷ്യൻസ് എന്താണോ അന്വേഷണങ്ങൾക്കായിട്ട് വരുന്നത് അതിനെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുക, അതായത് പ്രതികരിക്കുക, മറുപടികൾ പറഞ്ഞു കൊടുക്കുക. അത് എങ്ങനെയുള്ള രീതിയിലായിരിക്കണം എന്ന് പറയുന്നത് കോർട്ടിയസ് മാനർ അല്ലെ, നല്ല വിനയത്തിന്റെ മര്യാദ രീതിയിലുള്ള ഭാഷയിലായിരിക്കണം റിസപ്ഷനിസ്റ്റ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? ആണോ? അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇതിന്റെ കണ്ടിന്യൂവേഷൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, Thank ma'am. you, ma'am.